ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ള വാർത്ത ഉൾക്കൊള്ളാനാകാതെ ശ്യാമ റൂമിലേക്ക് എത്തി. വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹത്തെ ചൊല്ലി സത്യഭാമയുടെയും രാഘവന്നാരുടെയും ഇടയിലുള്ള അകൽച്ചയെക്കുറിച്ചും ആ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ അതൃപ്തിയോടെയും ദേഷ്യത്തോടെയും നോക്കുന്നതിനെ കുറിച്ച് കാർത്തിക പരാതിയുമായി വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നു. റൂമിലിരുന്ന് ശാലിനിയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയ കാർത്തിക വിഷമത്തോടെ പറഞ്ഞു, ഞാൻ ഇവിടേക്ക് വന്നപ്പോ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ കുറച്ചു സമയം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ വല്ലാതെ വീർപ്പുമുട്ടുകയാണ്. എല്ലാവർക്കും എന്നോട് ആകെ വിരോധവും ദേഷ്യവും മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും നോട്ടത്തിൽ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ്. എല്ലാവരും എന്നെ നിന്ദയോടെയാണ് നോക്കുന്നത്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വിഷമിച്ചുകൊണ്ട് കാർത്തിക പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു, നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിച്ചതായിരുന്നില്ലേ? ഇങ്ങനെയൊരു സാഹചര്യമാണ് നമുക്ക് നേരെ ഇവിടെ ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നതല്ലേ എന്ന് വിഷ്ണു കാർത്തികയോട് പറയുന്നു. എല്ലാം കേട്ടപ്പോ കാർത്തികയും അത് ശരിവെച്ചു. എങ്കിലും ഇത്രത്തോളം പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അച്ഛനാണെങ്കിൽ ഇത്രയേറെ ആദ്യ ഭാര്യയായ ശാലിനിയോട് ഇത്രത്തോളം ഇഷ്ടമുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഭാര്യയോട് ഈ കുടുംബത്തുള്ളവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സ്നേഹം. എന്നാൽ അമ്മ മാത്രം ആ പെൺകുട്ടിയോട് ഇത്രത്തോളം അകൽച്ച കാണിക്കുന്നത് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കാർത്തിക പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു, അത് അമ്മയ്ക്കിടയിലുണ്ടായ ചെറിയൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അമ്മ ശാലിനിയെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ശാലിനിയുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അമ്മയെ പലപ്പോഴും പലരും പല രീതിയിലും ശാലിനിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അമ്മയുടെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള ചിന്താഗതികൾ വളർത്തിയെടുക്കാനാണ് ഞങ്ങൾക്ക് ചുറ്റും നിന്ന ശാലിനി ഈ വീട്ടിലേക്ക് വന്നത് ഇഷ്ടപ്പെടാതിരുന്ന, ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ആഗ്രഹിച്ച പലരും അങ്ങനെ ഓരോ പ്രവൃത്തികളാണ് അമ്മയോട് കാട്ടിയത്. ഇവിടെ കടന്നുകൂടി ഈ കുടുംബത്തോട് സ്നേഹം ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച്, ഈ കുടുംബത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവരെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അമ്മയോടൊപ്പം കൂടിയ ഈ കുടുംബത്തിന്റെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ വഴിയിൽ അമ്മ സഞ്ചരിക്കേണ്ടി വന്നപ്പോഴാണ് ശാലിനിയെ അമ്മ തെറ്റിദ്ധരിച്ചതും ശാലിനിയുടെ സ്വഭാവം തിരിച്ചറിയാതെ, ശാലിനിയിലെ നന്മ തിരിച്ചറിയാതെ അമ്മ ശാലിനിയെ ശത്രുവായി പ്രഖ്യാപിച്ചതും. അയാൾ ഒരിക്കലും ഈ കുടുംബത്തിനെതിരായിട്ടോ ഈ കുടുംബത്തിന് ദോഷം വരുന്ന രീതിയിൽ ഒന്നും തന്നെ അയാൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ അമ്മയ്ക്ക് വീണ്ടും ഉണ്ടായ തെറ്റിദ്ധാരണയുടെ കാരണവും അത് തന്നെയാണ്. ഈ കുടുംബത്തിന്റെ നന്മ മാത്രമാണ് അയാൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ അയാൾ എന്തോ ഒരു സത്യം മറച്ചു വെക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. സത്യമോളുടെ കാര്യത്തിൽ അയാൾ മറച്ചു വെച്ചിരിക്കുന്ന ആ സത്യമാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നത്. ശാലിനി ഒരിക്കലും എന്നെ ചതിക്കുകയില്ല എന്നും എന്നെ വഞ്ചിക്കുകയില്ല എന്നും എനിക്ക് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ശാലിനി എനിക്ക് ഒരിക്കലും എന്നെ ചതിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കാനും തയ്യാറാകില്ല. ആ നിലയ്ക്ക് സത്യമോളുമായി ബന്ധപ്പെട്ട എന്തോ രഹസ്യം അയാൾ മറച്ചു വെക്കുന്നുണ്ട്. അതെനിക്ക് കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ തന്റെ സഹായം തേടിയത്. കുറച്ചുനാൾ തനിക്കും ഒളിവിൽ താമസിക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടത് എന്ന് വിഷ്ണു പറഞ്ഞു. കാർത്തികയ്ക്ക് നമ്മുടെ കരാർ ഓർമ്മയുണ്ടല്ലോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കാർത്തിക അന്ന് ആ പാറക്കെട്ടിന് മുകളിൽ വെച്ച് വിഷ്ണു കാർത്തിക ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന നേരത്ത് അവിടെ നിന്ന് വിഷ്ണു പറഞ്ഞ വാക്കുകൾ കേട്ട് ആ ആത്മഹത്യ എന്നുള്ള തീരുമാനത്തിൽ നിന്ന് കാർത്തിക പിന്തിരിഞ്ഞതും രണ്ടുപേരും അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് പരസ്പരം സംസാരിച്ചപ്പോ അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ എന്നോണം രണ്ടുപേർക്കും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സൊല്യൂഷനായി കാർത്തിക മുന്നോട്ട് വെച്ച ആശയമായിരുന്നു വിഷ്ണുവിന് തൽക്കാലത്തേക്ക് അമ്മയുടെ ഈ വിവാഹ അഭ്യർത്ഥനയിൽ നിന്ന് രക്ഷപ്പെടണം. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ടും മധുശ്രീയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധത്തിൽ നിൽക്കുന്ന അമ്മ തിരികെ വിഷ്ണു എത്തുമ്പോൾ വീണ്ടും മധുശ്രീയുമായിട്ടുള്ള വിവാഹത്തിന് നിർബന്ധിക്കുകയും ഉടൻ തന്നെ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശാലിനിയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം, ശാലിനിയുടെയും കുഞ്ഞിന്റെയും പിന്നിലുള്ള ആ രഹസ്യം കണ്ടെത്താൻ വിഷ്ണുവിന് തൽക്കാലം ഒരു സഹായം എന്നോണം തൽക്കാലം വിഷ്ണുവിന് താൻ മറ്റൊരാളെ വിവാഹം കഴിച്ചുവെന്ന് അമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് തീരും. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് സത്യാമ്മ വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ഒരു നാടകം അമ്മയ്ക്ക് മുന്നിൽ നടത്തണം. അതോടൊപ്പം എന്റെ വീട്ടുകാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഹർഷൻ മടങ്ങിയെത്തുന്നത് വരെ എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാനും തൽക്കാലം എന്റെ കുടുംബക്കാരുടെ കണ്ണ് വെട്ടിച്ച് ജീവിക്കാനുമുള്ള ഒരു അവസരം, അതിനൊരു താവളം അതുകൂടിയാകും. ഞാൻ വിവാഹിതയായി അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ഭാര്യയായി നമ്മൾ രണ്ടുപേരും വിവാഹിതരായി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിഷ്ണുവിന്റെ വീട്ടിൽ ഞാൻ വന്ന് താമസിച്ചാൽ നമ്മൾ രണ്ടുപേരുടെയും ആവശ്യം നിറവേറ്റാൻ സാധിക്കുമെന്ന് കാർത്തിക മുന്നോട്ട് വെച്ച ആശയവും അത്
ശരി തന്നെയാണെന്നും എന്തുകൊണ്ടും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷ്ണുവിനും കാർത്തികയ്ക്കും സഹായകരമാകുമെന്നും അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ തന്നെ ഉപകാരപ്രദമായ ഒരു ആശയമാണെന്നും അതുകൊണ്ട് തന്നെ അത് തന്നെ നടപ്പിലാക്കാമെന്ന് രണ്ടുപേരും കൈകൊടുത്ത് തീരുമാനിച്ചതും ഹർഷം വരുന്നത് വരെ വിഷ്ണുവിന്റെ ഭാര്യ എന്ന എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ആ വീട്ടിൽ കഴിയാം. അതോടൊപ്പം തന്നെ ശാലിനി തന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന സത്യം കണ്ടെത്താം. അതുവരെ ഈ നാടകം തുടർന്നു പോകുമെന്ന് രണ്ടുപേരും കൈകൊടുത്ത് അന്ന് ആ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ആ പാറക്കെട്ടിന് മുകളിൽ വെച്ച് ഇരുവരും കൈകൊടുത്ത് ആ കരാർ അവർ വാക്കാലുള്ള അവരുടെ കരാറിൽ അവർ സൈൻ ചെയ്തത്. അത് വിഷ്ണുവും കാർത്തികയും ഓർമ്മിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയം വരെ ഈ നാടകം മുന്നോട്ട് തുടർന്നു പോകുമെന്ന് ഇരുവരും ഒരിക്കൽ കൂടി പരസ്പരം നോക്കിക്കൊണ്ട് ഉറപ്പു നൽകി. പിന്നീട് ഈ വിവരമൊന്നും അറിയാതെ ശാലിനി തന്റെ വിഷ്ണുവേട്ടന് എന്ത് സംഭവിച്ചു എന്നറിയാനായി ആശങ്കയോടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞ് നിരന്തരം അവരുമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ ശാലിനി ഇങ്ങനെ ഫോണിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു കാർത്തികയെ വിവാഹം കഴിച്ച് സത്യാമ്മയുടെ വീട്ടിലേക്ക് വന്ന വിവരം തന്റെ കുഞ്ഞേച്ചിയെ വിളിച്ചറിയിക്കണമെന്ന് ശ്യാമ തീരുമാനിച്ചത്. റൂമിലെത്തിയ ശ്യാമ ഉടൻ തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ശാലിനി ആ സമയത്ത് ആകെ ടെൻഷനോടെ വിഷ്ണുവിനെ കുറിച്ച് ഒരു വിവരം അറിയാത്തതിന്റെ നിരാശയിൽ അങ്ങനെ പോകുമ്പോഴാണ് ശ്യാമയുടെ കോള് ശാലിനിയെ തേടിയെത്തിയത്. വേഗം കോൾ അറ്റൻഡ് ചെയ്ത ശാലിനി, എന്താ മോളെ, വിഷ്ണുവേട്ടൻ വന്നോ, എന്തെങ്കിലും വിവരം നീ അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി പേടിക്കണ്ട, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാണ്. വിഷ്ണുവേട്ടൻ വീട്ടിൽ മടങ്ങിയെത്തി. അത് കേട്ടതോടെ ശാലിനിക്ക് ആശ്വാസമായി. ആണോ, സത്യമാണോ, വിഷ്ണുവേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ആശങ്കയോടെ ഇരുന്ന ശാരദാമ്മ ആ വാക്ക് കേട്ടതോടെ ശാരദാമ്മയ്ക്കും ആകെ ആശ്വാസമായി. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഇല്ല കുഞ്ഞേച്ചി, കുഴപ്പമൊന്നും തന്നെ ഇല്ല, വിഷ്ണുവേട്ടൻ ഒരു കുഴപ്പവുമില്ലാതെയാണ് മടങ്ങിയെത്തിയത്. അപ്പോഴേക്കും ശാലിനി സമാധാനത്തോടെ ഇരുന്നു. എനിക്കറിയാമായിരുന്നു എന്റെ വിഷ്ണുവേട്ടന് ഒരു ആപത്ത് സംഭവിക്കുകയില്ല എന്ന്. അങ്ങനെ എന്നെ തനിച്ചാക്കി വിഷ്ണുവേട്ടൻ ഒരു കടുങ്കയും ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്. ഇപ്പോ സത്യാമ്മയുടെ നിലപാട് എന്താണ്, സത്യാമ്മ എന്താ പറയുന്നത് എന്ന് ശാലിനി ആശങ്കയോടെ ചോദിച്ചതും ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, ഇനി മധുശ്രീയുമായിട്ടുള്ള വിവാഹത്തിന് സത്യാമ്മ എന്തായാലും പ്രേരിപ്പിക്കില്ല. ആ വിവാഹം ഇനി ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശാലിനിക്ക് ആശ്വാസമായി. എനിക്കറിയാമായിരുന്നു ഒരു കാരണവശാലും വിഷ്ണുവേട്ടൻ ആ വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്ന്. എന്തായാലും ഇനി ആ വിവാഹം നടക്കില്ലെന്ന് ഉറപ്പായല്ലോ, അത് മതി, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തായാലും ഇനി ഉടനെ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കും എന്ന് ശാലിനി പറയുമ്പോ ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, അതല്ല, വിഷ്ണുവേട്ടൻ മടങ്ങിയെത്തിയെങ്കിലും വലിയൊരു പ്രശ്നം വേറെ ഒന്നും സംഭവിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടതും ശാലിനി ആശങ്കയോടെ ചോദിച്ചു, എന്താ മോളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവിടെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സത്യം അറിയാനിടയായോ, പപ്പിമോളുടെയും സത്യമോളുടെയും രഹസ്യം സത്യാമ്മ അറിഞ്ഞോ എന്ന് ശാലിനി ആശങ്കയോടെ ചോദിക്കുമ്പോ അതൊന്നും അല്ല കുഞ്ഞേച്ചി, മറ്റൊരു കാരണമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശാലിനി ചോദിച്ചു, മറ്റൊരു കാരണോ, എന്താ മോളെ, എന്തായാലും നീ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ എന്ന് ശാലിനി ചോദിച്ചപ്പോ ശ്യാമ ടെൻഷനോടെ പറഞ്ഞു, കുഞ്ഞേച്ചി, അതെ, വേറൊന്നുമല്ല, വിഷ്ണുവേട്ടൻ മടങ്ങിയെത്തിയതെന്ന് ശരി തന്നെയാണ്, പക്ഷെ വിഷ്ണുവേട്ടൻ തിരിച്ചു വന്നത് തനിച്ചല്ല കുഞ്ഞേച്ചി. അത് കേട്ടതും ശാലിനി ടെൻഷനോട് ചോദിച്ചു, തനിച്ചല്ലെന്നോ, നീ എന്താ മോളെ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ശാലിനി ശ്യാമയോട് ചോദിച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അതെ കുഞ്ഞേച്ചി, ഇവിടെ വിഷ്ണുവേട്ടൻ വന്നത് തനിച്ചല്ല, മറിച്ച് വിഷ്ണുവേട്ടന്റെ കൂടെ മറ്റൊരു പെൺകുട്ടി കൂടിയുണ്ട്. അത് കേട്ടതും ശാലിനി ആകെ ഞെട്ടി. മറ്റൊരു പെൺകുട്ടിയോ, നീ എന്താ മോളെ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ശ്യാമ പറഞ്ഞു, അതേ കുഞ്ഞേച്ചി, വേറൊന്നുമല്ല, ഇവിടേക്ക് വിഷ്ണുവേട്ടൻ വന്നപ്പോ വിഷ്ണുവേട്ടന്റെ കൂടെ മറ്റൊരു പെൺകുട്ടിയുണ്ട്. വിഷ്ണുവേട്ടൻ വന്നപ്പോ പറഞ്ഞത്, അവർ വന്നിറങ്ങിയത് പരസ്പരം അവർ വിവാഹിതരായതുപോലെയാണ്, ഒരു വിവാഹം കഴിഞ്ഞ നവവധൂവരന്മാരെ പോലെയാണ് അവർ വീട്ടിലേക്ക് വന്നിറങ്ങിയത്. വിഷ്ണുവേട്ടൻ എല്ലാവരോടുമായി പറഞ്ഞത് ആ പെൺകുട്ടിയെ വിഷ്ണുവേട്ടൻ വിവാഹം കഴിച്ചു എന്നാണ്. അത് കേട്ടതും ശാലിനി ആകെ ഞെട്ടലോടെ വേഗം വണ്ടി നിർത്താനായി പറഞ്ഞു. വണ്ടി നിർത്തിയതും ശാലിനി ആകെ ടെൻഷനോടെ നിൽക്കുകയാണ്. എന്ത് പറയണമെന്നറിയാതെ ശാലിനിയുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ നിലത്തേക്ക് വീണു. അപ്പോഴേക്കും ശാരദാമ്മ വിളിച്ചു, എടി മോളെ, എന്താ പറ്റിയത്, വിഷ്ണുവിന് എന്താ പറ്റിയത്, എടാ മോളെ, നീ കാര്യം പറ. പെട്ടെന്ന് രാമേട്ടൻ ചോദിച്ചു, എന്താ ശാരദാമ്മ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശാരദാമ്മ പറഞ്ഞു, രാമേട്ട, വണ്ടി ഒന്ന് നിർത്തിക്കേ. വണ്ടി നിർത്തിയതും ശാരദാമ്മ വേഗം ഫോൺ എടുത്തു. എന്നിട്ട് അതിൽ ശ്യാമ ഇപ്പോഴും ലൈവിലുണ്ടെന്ന് മനസ്സിലായതോടെ ശാരദാമ്മ ഫോൺ എടുത്തിട്ട് ചോദിച്ചു, ഹലോ മോളെ ശ്യാമേ എന്ന് വിളിച്ചതും ഹലോ അമ്മേ എന്ന് ശ്യാമ
മറുപടി നൽകി. ഉടനെ ശാരദാമ്മ ചോദിച്ചു, ഇനി മോളെ നീ എന്താ പറഞ്ഞത്? വിഷ്ണുമോൻ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ശ്യാമ പറഞ്ഞു, അമ്മേ അതല്ലമ്മേ എന്ന് പറഞ്ഞ് ശ്യാമ വിവരങ്ങളൊക്കെ ശാരദാമ്മയെ അറിയിച്ചു. ശാരദാമ്മയും ആ വാക്കുകൾ കേട്ട് ഞെട്ടിത്തെറിച്ച് ആകെ ആശങ്കയോടെ ആകെ അങ്കലാപ്പോടെ അങ്ങനെ നോക്കുമ്പോ ഉടനെ ശാലിനി ആകെ തകർന്നു പോയതിന്റെ കാരണം ശാരദാമ്മയ്ക്ക് മനസ്സിലായി. ഒന്നും മിണ്ടാനാകാതെ ശാരദാമ്മയും ശാലിനിയെ നോക്കി. ആകെ തകർന്ന മനസ്സുമായിട്ട് ശാലിനി ഒന്നും പറയാൻ പോലും കഴിയാതെ, ഒരു വാക്കുപോലും ഉച്ചരിക്കാനാകാതെ ആകെ വിഷമിച്ചങ്ങനെ ശാലിനി ഇരിക്കുന്നത് കണ്ട് ശാരദാമ്മ ശാലിനിയെ വിളിച്ചു, ഇടി മോളെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? മോളെ നീ എന്തെങ്കിലും ഒന്ന് പറ എന്ന് ശാരദാമ്മ ആവശ്യപ്പെടുമ്പോ ശാലിനിക്ക് മറുപടിയൊന്നുമില്ലാതെ പാവം അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, മോളെ നീ സമാധാനപ്പെട്. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അവിടെ വരെ പോയി നോക്കാം. എന്താ സംഭവിച്ചതെന്ന് അറിയാവല്ലോ. വിഷ്ണുമോൻ എന്താ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാവല്ലോ. എന്തായാലും നീ സമാധാനത്തോടെ ഇരിക്കെ. ഒന്നും ശ്യാമ പറഞ്ഞതുപോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. നമുക്ക് ഒന്ന് പോയി നോക്കാം എന്ന് ശാരദാമ്മ ശാലിനിയെ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും ശാലിനി വേഗം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആകെ തകർന്ന് സങ്കടത്തോടെ ശാലിനി ആ കാറിലേക്ക് ചേർന്ന് ആ വഴിയെ പുറത്തിറങ്ങി ആ കാറിലേക്ക് ചേർന്ന് പൊട്ടിക്കരഞ്ഞു. ഈ കാഴ്ച കണ്ടതോടെ ശാരദാമ്മ വേഗം കാറിൽ നിന്നിറങ്ങി. മോളെ മോളെ ശാലിനി, നീ ഇങ്ങനെ തകർന്നു പോകല്ലേ. നീ സമാധാനത്തോടെ ഇരിക്കെ. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ഉടനെ തന്നെ കണ്ടെത്താം. എന്താ വിഷ്ണുമോന് സംഭവിച്ചതെന്നും എന്താ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥയെന്നും നമുക്ക് ഉടനെ തന്നെ പോയി നോക്കാം. മോള് സമാധാനത്തോടെ ഇരിക്കെ എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയെ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും ശാലിനി ശാരദാമ്മയുടെ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോ ശാലിനിയോട് ശാരദാമ്മ പറഞ്ഞു, മോളെ നീ ഒന്ന് സങ്കടപ്പെടാതിരിക്കെ. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് നമുക്ക് പോയി അന്വേഷിക്കാവല്ലോ. രാഘവേട്ടനോടും ചോദിക്കാവല്ലോ. മോളെ നീ കാറിൽ കയറ്, നമുക്ക് ഇപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയോട് കാറിൽ കയറാനായി പറയുന്നു. ശാലിനി അപ്പോഴേക്കും ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു, എടി മോളെ നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കെ. നമുക്ക് പോയി നോക്കാം. എന്താ ഇതിന്റെ സത്യാവസ്ഥയെന്ന് നമുക്ക് നേരിട്ട് ചെന്ന് അന്വേഷിക്കാവല്ലോ എന്ന് പറഞ്ഞ് ശാലിനിയെ നിർബന്ധപൂർവ്വം ശാരദാമ്മ കാറിൽ കയറ്റി. ആകെ വിഷമത്തോടെ തളർന്ന അവശയായി കാറിലേക്ക് ശാലിനി കയറുമ്പോ വിഷ്ണു ശാലിനി ഈ വാർത്ത അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ശാലിനിയുടെ മാനസികാവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു. ശാലിനി ആകെ തകർന്നു പോയിട്ടുണ്ടെന്നും എന്തായാലും ഈ ഒരു വാർത്ത അറിഞ്ഞാൽ തീർച്ചയായിട്ടും ശാലിനി അവിടേക്ക് എത്തുമെന്നും വിഷ്ണുവിന് മനസ്സിലായി. അപ്പോഴാണ് വിഷ്ണു അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ സത്യാമ്മ കാർത്തികയുടെ അരികിലേക്ക് എത്തി. മോളെ എനിക്ക് നിന്നോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. എന്റെ മോന്റെ ജീവിതത്തിൽ ഇത്രയും നാളും അവൻ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഇനി മോളെങ്കിലും അവനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ മോളെങ്കിലും അവന് കൂട്ടായിട്ടുണ്ടാകണം. അവൻ വിശ്വസിച്ചവരെല്ലാം അവനെ ചതിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. എന്റെ മകന്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവന് ഇഷ്ടമല്ലെങ്കിൽ പോലും മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ അവനെ നിർബന്ധിച്ചത്. എന്തായാലും അവസാനം അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കാൻ തയ്യാറായല്ലോ. എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞ് സത്യാമ്മ കാർത്തികയെ ഉപദേശിച്ചു. എന്തായാലും മോൾക്ക് വേറെ ആരൊക്കെയാ വീട്ടിലുള്ളത് എന്ന് ചോദിച്ചപ്പോ കാർത്തിക പറഞ്ഞു, എനിക്ക് വേറെ ആരുമില്ല, ഞാനൊരു അനാഥ പെൺകുട്ടിയാണ് എന്ന് കാർത്തിക മറുപടി നൽകി. ഈ സമയത്ത് ഈ വാർത്ത അറിഞ്ഞ് മധുശ്രീ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വിഷ്ണു മടങ്ങിയെത്തിയോ എന്നും എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാനായി മധുശ്രീ അവിടേക്ക് വന്നെത്തുമ്പോ സത്യാമ്മ മധുശ്രീയെ കണ്ടതും ആകെ ടെൻഷനോടെ മധുശ്രീയെ നോക്കി. മധുശ്രീ അകത്തേക്ക് കയറി വന്ന് സത്യാമ്മയെ വിഷ്ണുവേട്ടൻ എന്ന് ചോദിച്ചതും മധുശ്രീയുടെ വരവ് കണ്ടതോടെ അപ്പുറത്ത് നിന്ന് കാർത്തിക അത് ആരായിരിക്കുമെന്ന സംശയത്തോടെ നോക്കി. മധുശ്രീ അരികിലേക്ക് എത്തിയ സത്യഭാമയോട് ചോദിച്ചു, സത്യാമ്മേ വിഷ്ണുവേട്ടൻ മടങ്ങിയെത്തിയോ, വിഷ്ണുവേട്ടനെ കണ്ടെത്തിയോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ മധുശ്രീയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മോളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എല്ലാം സാവധാനത്തോടെ കേൾക്കണം എന്ന് പറഞ്ഞപ്പോ മധുശ്രീ ചോദിച്ചു, സത്യാമ്മ എന്താ വിഷ്ണുവേട്ടന് പറ്റിയത്? അങ്ങനെ മധുശ്രീ നന്നായിട്ട് അഭിനയിച്ച് തകർക്കണം. അത് കണ്ട സത്യഭാമ പറഞ്ഞു, മോളെ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല. വിഷ്ണുവിന് അവനൊരു കുഴപ്പവുമില്ല, അവൻ ഒരു പ്രശ്നവുമില്ലാതെ മടങ്ങിയെത്തി. പക്ഷേ മറ്റൊരു കാര്യം എനിക്ക് മോളോട് പറയാനുണ്ട്. ഞാൻ നിനക്ക് നേരത്തെ തന്നെ പലപ്പോഴും പല പ്രാവശ്യങ്ങളായി നിന്നെ ഞാൻ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിന്റെ മനസ്സിൽ ഞാൻ വളർത്തി. എന്റെ മകനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. എന്റെ മരുമകൾ നീ ആയിരിക്കുമെന്നും ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നടത്തി തരണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മധുശ്രീ സത്യഭാമയെ നോക്കി. എന്താ സത്യമേ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു, മോളെ ദാ ആ നിൽക്കുന്ന പെൺകുട്ടിയെ അറിയാവോ മോൾക്ക് എന്ന് ചോദിച്ചതും അവിടെ നിൽക്കുന്ന കാർത്തികയെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് മധുശ്രീ പറഞ്ഞു, ഇല്ല സത്യമേ, അതാരാ?
വിഷ്ണുവേട്ടന്റെ പെങ്ങളോ മറ്റോ ആണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു, അല്ല, അത് അത് വേറൊന്നും അല്ല മോളെ, ആ പെൺകുട്ടി വിഷ്ണുവിന്റെ ഭാര്യയാണ്. അത് കേട്ടതും മധുശ്രീ ഞെട്ടി. ഏ എന്ത്യ സത്യമേ ഈ പറയുന്നത്? വിഷ്ണുവേട്ടന്റെ ഭാര്യയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ മധുശ്രീയോട് സത്യഭാമ പറഞ്ഞു, അതേ മോളെ, അവൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. അതിനുശേഷം അവന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വിവാഹം നടക്കാൻ പലപ്പോഴും വിവാഹത്തെക്കുറിച്ച് ഞാൻ അവനെ നിർബന്ധിച്ചപ്പോ, പ്രത്യേകിച്ച് മോളുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ അവനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണവും അത് തന്നെയായിരുന്നു. അവന് ഈ പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അവൻ വിവാഹം കഴിക്കില്ലെന്നും അവൻ വിവാഹത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നിർബന്ധപൂർവ്വം അവനെ വിവാഹം കഴിപ്പിക്കുമെന്ന് ഉറപ്പായപ്പോ അവൻ നമ്മൾ പോലും അറിയാതെ ആശ നൽകിയ ഈ പെൺകുട്ടിയെ തേടി അവൻ പോയി. അവസാനം ആ പെൺകുട്ടിയെ തന്നെ, അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് മോളോട് ഒന്നേ പറയാനുള്ളൂ, മോള് സത്യാമ്മയോട് ക്ഷമിക്കണം. കാരണം വിഷ്ണുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് അവൻ പോലും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം നിലനിർത്തിക്കൊണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് അവൻ പലപ്പോഴും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ നിർബന്ധപ്രകാരമാണല്ലോ വിവാഹം നടത്താനായി എല്ലാവരും തയ്യാറെടുത്തത്. അവന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യം അവൻ തുറന്നു പറയുകയോ ഞാൻ അത് ചോദിക്കുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എന്തായാലും മോള് സത്യാമ്മയോട് ക്ഷമിക്കണം. മോൾക്ക് ഞാൻ തന്നെ നല്ലൊരു ചെറുപ്പക്കാരനെ, മോൾക്ക് എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള മറ്റൊരു നല്ല ചെറുപ്പക്കാരനെ, വിഷ്ണുവിനെ പോലെ തന്നെ വിഷ്ണുവിനെക്കായാലും യോഗ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ മോൾക്ക് ഞാൻ കണ്ടെത്തി തരും എന്ന് സത്യഭാമ പറയുമ്പോൾ മധുശ്രീ പറഞ്ഞു, വേണ്ട സത്യമേ, ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് ഉടനെയൊന്നും എനിക്ക് ചിന്തിക്കാനാവില്ല എന്ന് പറഞ്ഞ് മധുശ്രീ വേഗം അവിടെ നിന്ന് കാർത്തികയുടെ അരികിലേക്ക് ചെന്നു. കാർത്തികയെ ഒന്ന് അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, എന്തായാലും വിഷ്ണുവേട്ടനെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്. പക്ഷേ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യം ആരും അറിഞ്ഞിരുന്നില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല, ഒരു നല്ല വിവാഹ ജീവിതം ആശംസിക്കണോ എന്ന് പറഞ്ഞ് അവിടുന്ന് മധുശ്രീ ആകെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് കാർത്തികയുടെ അരികിൽ നിന്ന് മധുശ്രീ നടന്നു പോകുന്നു. മധുശ്രീ പോയി കഴിയുമ്പോഴേക്കും കാർത്തിക ആകെ ഭയന്ന് വിറച്ചു നിന്നു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, മോളെ, നിന്നെ വിവാഹം കഴിക്കാനായി വിഷ്ണു അവിടേക്ക് വന്നത് ഈ പെൺകുട്ടിയുമായിട്ട് നടത്താനിരുന്ന വിവാഹ പന്തലിൽ നിന്നാണ്. ഈ കുട്ടിയുമായിട്ടുള്ള വിവാഹത്തിന് അവന് പലതവണ ഞാൻ നിർബന്ധിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അവൻ വിവാഹം കഴിക്കില്ലെന്നും അവൻ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവൻ പിന്മാറുകയാണ് ചെയ്തത്. എന്നാൽ ഇങ്ങനെ ഒരു ഇഷ്ടം അവന്റെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം അവൻ തുറന്നു പറയുകയും ചെയ്തില്ല. അതുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്തായാലും സാരമില്ല, ഇനി മോള് അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. എന്റെ മോന്റെ ജീവിതത്തിൽ ഇത്രയും നാളും വേദനകളും സങ്കടങ്ങളും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി മോള് വേണം അതെല്ലാം മാറ്റി അവന് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നൽകാൻ. അവൻ ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ. ഇത്രയും നാളും അവന്റെ മനസ്സിൽ മുഴുവൻ ശാലിനിയെ കുറിച്ചുള്ള വേദനയും ശാലിനി മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷയും അതിനെ ചൊല്ലിയുള്ള കാത്തിരിപ്പുമായിരുന്നു. ഇനിയെങ്കിലും ആ കാത്തിരിപ്പ് അവസാനിച്ച് അവനൊരു നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. മോൾക്കും അവനും അങ്ങനെ ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് പരസ്പരം ഉണ്ടാകാനായി ഞാനും പ്രാർത്ഥിക്കാം. എന്തായാലും എന്റെ മകന്റെ ജീവിതത്തിൽ അവനൊരു കൂട്ടു വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് ആരായാലും എനിക്ക് പ്രശ്നമല്ല. അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാകണമെന്നേ ഉള്ളൂ. അവനെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ് മറ്റൊരു ജീവിതം തേടിപ്പോയ ശാലിനിയെ പോലെ ആകരുത് എന്ന് മാത്രം. ഇനി എന്തായാലും എന്റെ മോന്റെ ജീവിതത്തിൽ സന്തോഷം വന്നെത്തുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞ് സത്യഭാമ കാർത്തികയെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നു.